സംസ്ഥാനത്ത് 2026 മാർച്ച് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ അധികാരത്തിലേക്ക് എത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ചില നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയെയും മുന്നണിയെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹൈക്കമാൻഡ് ചില നടപടികൾക്ക് മുതിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനും UDF-ന്റെയും പ്രവർത്തകർക്ക് കൂടുതൽ ആവേശവും ആത്മവിശ്വാസവും നൽകുന്ന ചില കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നമുക്കറിയാം, കോൺഗ്രസിന്റെ തന്നെ രാജ്യത്തിലെ താരപ്രചാരകരിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന രണ്ട് സുപ്രധാന നേതാക്കളാണ്. രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഇവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അതിന് മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കർണാടക, ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറയുന്നത് പോലെ പ്രിയങ്ക ഗാന്ധിക്ക് ചുമതലയുണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ കോൺഗ്രസിന് മികച്ച വിജയം നേടാനും സാധിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് നേതാക്കളെയും, പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള ഒരു MP കൂടിയാണ്. വയനാട്ടിൽ നിന്നും ഏതാണ്ട് 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തിളക്കമാർന്ന വിജയം നേടിയ ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി. തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് തന്നെ കേരളത്തിൽ നിന്നുമായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക്. നേരത്തെ രാഹുൽ ഗാന്ധി 2019-ലും 2024-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അത്തരത്തിൽ കേരള ജനത എന്നും വളരെ ആവേശത്തോടു കൂടിയും പ്രിയത്തോടു കൂടിയും കാണുന്ന, ആരാധിക്കുന്ന രണ്ട് നേതാക്കളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. മാത്രമല്ല, ഈ ഗാന്ധി കുടുംബത്തോട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേക ഒരു മമതയുണ്ട്, അവരോട് പ്രത്യേക ഒരു വാത്സല്യമുണ്ട്, ഇഷ്ടമുണ്ട്. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ തന്നെ കേരളത്തിൽ വരുമ്പോൾ അവരെ കാണാനായിട്ട് ഈ തെരുവീഥികളിൽ തന്നെ, റോഡ് സൈഡിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെ കാത്തു നിൽക്കുന്നു. അവരോടൊക്കെ തന്നെ ഈ രണ്ട് നേതാക്കളും ഇറങ്ങി യാതൊരു മടിയും കൂടാതെ സുരക്ഷാ സംവിധാനങ്ങളെ ഒക്കെ അവഗണിച്ചുകൊണ്ട് പോയി അവരോടൊക്കെ കൈ കൊടുക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും മിഠായി വിതരണം ചെയ്യുകയും അവരോട് കൊഞ്ചുകയും കുഴയുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ ഈ രണ്ട് നേതാക്കളെയും കേരളത്തിലെ ജനത എന്നു മുതലേ മനസ്സിലേറ്റിയിരിക്കുന്നതാണ്. അങ്ങനെ ഈ രണ്ട് നേതാക്കൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ സുപ്രധാനമായ ചില നീക്കങ്ങൾ നടത്തുകയാണ്. ഈ രണ്ട് നേതാക്കളെയും 14 ജില്ലകളിലും പ്രചരണത്തിനായിട്ട് ഇറക്കുക എന്നതാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ മുൻപ് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ഒക്കെ തന്നെ ആണെങ്കിലും ഏതെങ്കിലും 1-2 സ്ഥലങ്ങളിൽ വന്ന ചില പൊതുയോഗങ്ങളിൽ സംസാരിച്ച് ആവേശം വിതറി പോവുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, ഒപ്പം തന്നെ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അധികാരത്തിലേക്ക് തിരിച്ചെത്തേണ്ടത് അനിവാര്യമാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് അതിനുള്ള നീക്കങ്ങൾ, തുറുപ്പ് ചീട്ട് ഇറക്കുക എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള നീക്കങ്ങൾ നടത്തുന്നത്. 14 ജില്ലകളിലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പ്രചരണം ശക്തമാക്കുകയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. നേരത്തെ ഈ കഴിഞ്ഞ മാസമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ വരാൻ പോവുകയാണ്. ആ സംസ്ഥാനത്ത് അവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഒരു റാലി സംഘടിപ്പിച്ചിരുന്നത്. 16 ദിവസങ്ങളിലായിട്ടാണ് ആ റാലി നടന്നത്. 25 ജില്ലകളിലായിട്ട് 1300 കിലോമീറ്റർ ആ റാലി പിന്നിട്ടു. അത് വലിയൊരു ആവേശമാണ് അവിടെ ഇന്ത്യ സഖ്യത്തിന് നൽകിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ കേരളത്തിൽ ഒരു ആവേശം തീർക്കാനായിട്ട്, കേരളത്തിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് ഈ രണ്ട് നേതാക്കളെയും ഇറക്കുക എന്ന വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വം വരുന്ന ദിവസങ്ങളിൽ യോഗം ചേർന്ന് അതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ രണ്ട് നേതാക്കൾക്ക് പുറമെ കോൺഗ്രസിന്റെ മറ്റ് താരപ്രചാരകരായ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഒപ്പം തന്നെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി കൂടിയായ കോൺഗ്രസിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന DK ശിവകുമാർ, കൂടാതെ രാജസ്ഥാനിലെ യുവ നേതാക്കളുടെ ഹരമായ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, അത്തരത്തിൽ നിരവധി നേതാക്കളെയും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെയും ഒക്കെ തന്നെ കളത്തിലിറക്കി ഇവിടെ കൊണ്ടുവന്ന് പ്രചരണം നടത്താനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച കൂടുതൽ ഒരു ചിത്രം
പുറത്തു വരും. ഏത് രീതിയിലാകും, എന്നു മുതലാകും ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ പ്രചരണം കേരളത്തിൽ നടക്കുക എന്നത് സംബന്ധിച്ച് കൂടുതൽ ഒരു വ്യക്തത വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ 14 ജില്ലകളിലും ഇവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ഉന്മേഷം അത് ചെറുതായിരിക്കില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിലൊരു തരംഗമായിട്ട് മാറും. നമുക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചപ്പോൾ, വയനാട്ടിൽ നിന്നും മത്സരിച്ചപ്പോൾ അത് കേരളം ഒട്ടാകെ വലിയൊരു തരംഗത്തിലേക്ക് പോയി. ഒരു സീറ്റ് മാത്രമാണ് ലോക്സഭയിൽ UDF നഷ്ടപ്പെട്ടത്. ബാക്കി 19 സീറ്റുകളിലും UDF വിജയിക്കാൻ കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ ഒരു തരംഗമുണ്ടായി. 18 സീറ്റുകൾ UDF വിജയിച്ചു. അത്തരത്തിൽ ഈ രണ്ടുപേരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പ്രചരണത്തിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഒരു പ്രചരണം UDF നേതൃത്വത്തിൽ നടത്താൻ ഉള്ള ഒരു നീക്കമാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. അത് കോൺഗ്രസിനും വലിയൊരു ആവേശമാകും. KPCCയും ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിന് ഹൈക്കമാൻഡിന് മുന്നിലുള്ള ലക്ഷ്യം. 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് LDF അധികാരത്തിലിരുന്നവർ കേരള ജനതയെ അങ്ങേയറ്റം വെറുപ്പിച്ച് ഒരു ജനവിരുദ്ധ സർക്കാരായിട്ട് മാറിയിട്ടുണ്ട്. അത് പരമാവധി മുതലെടുത്തുകൊണ്ട് അത്തരമൊരു ജനവികാരം നിലവിൽ നിലനിൽപ്പുണ്ട്. അതിനൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഒരു വികാരം, ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ആവേശം തീർക്കാനായിട്ട് ഈ രണ്ട് നേതാക്കളെയും കേരളം എന്നും നെഞ്ചേറ്റിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പ്രചണ്ഡ പ്രചരണത്തിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുകയാണ്. അതിലൂടെ ഒരു വലിയ വിജയത്തിലേക്ക് പറയുന്നത് പോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 100 സീറ്റുകളെങ്കിലും നേടി അധികാരത്തിലേക്ക് UDF എത്തിക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾക്കാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്.